നിന്നെ ചൊല്ലി നിന്റെ അപ്പനും അമ്മയും ഒത്തിരി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ചൊല്ലി നിന്റെ അപ്പനും അമ്മയും ഒത്തിരി നാണം കെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ ചൊല്ലി നിന്റെ കുടുംബക്കാർ ഒത്തിരി തല താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നീ മുഖാന്തരം അവർക്കൊരു മാന്യതയുണ്ട്, നീ മുഖാന്തരം അവർക്കൊരു അനുഗ്രഹമുണ്ട്, നീ മുഖാന്തരം അവർക്കൊരു ഉയർച്ചയുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ നിന്നെ ചൊല്ലി നിന്റെ അപ്പനും അമ്മയും ഒത്തിരി കരഞ്ഞത് കണ്ടിട്ടുണ്ടായിരിക്കുക, നിന്നെ ചൊല്ലി അവരൊത്തിരി ഉപവസിച്ചത് കണ്ടിട്ടുണ്ടായിരിക്കുക, എന്നെ ചൊല്ലി അവരൊത്തിരി വ്യാകുലപ്പെട്ടത് കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ അതിൻ്റെ അപ്പുറം ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. യെരൂശലേമിനെ സ്നേഹിച്ച്, യെരൂശലേമിനെ നോക്കി കരഞ്ഞ്, യെരൂശലേമിനോട് ചേർന്ന് ദുഃഖിച്ചവരെ, നീ അവരോട് ചേർന്ന് ആനന്ദിക്കുക. നീ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുക. നീ യെരൂശലേമിൽ ദൈവമഹത്വം കാണുക. നീ യെരൂശലേമിൽ ദൈവത്തിൻ്റെ നദികൾ ഒഴുകുന്നത് കാണുക. നിന്നെ പഠിപ്പിക്കാൻ നിവർത്തിയില്ലാതെ നിന്റെ അമ്മ ഏങ്ങി ഏങ്ങി കരഞ്ഞത് നീ കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ദൈവം തരുന്ന നന്മ കൊണ്ട് തന്നെ നിന്റെ അപ്പനെ അമ്മയെ നീ മാനിക്കുന്നത്, ദൈവം അവരെ മാനിക്കുന്നത്, നിന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വീഴ്ചകളും, നിന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വീഴ്ചകളും ബലഹീനതകളും ഒക്കെ വെച്ച് നിന്റെ അപ്പനെ അമ്മയും വല്ലാതെ തേജോവധം ചെയ്യുന്നത് ഇപ്പുറത്ത് നിന്ന് നീ ഏങ്ങി ഏങ്ങി കരഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവമേ ഞാൻ മുഖാന്തരം എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെ നിന്ദിക്കപ്പെട്ടല്ലോ എന്ന് നീ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാ, നിന്റെ തലമുറ മുഖാന്തരം, നീ മുഖാന്തരം തന്നെ നിന്റെ അപ്പനും അമ്മയും മാനിക്കപ്പെടുക. ദൈവം നിന്റെ മേലൊരു മഹത്വം റിലീസ് ചെയ്യുക. നിന്നെ തേജോവധം ചെയ്തവരുടെ മുൻപാകെ, നിന്നെ ഉപയോഗിച്ച് നിന്റെ അപ്പനെ അമ്മയും തേജോവധം ചെയ്തവരുടെ മുൻപാകെ ദൈവം നിന്നെ മാനിക്കുക. നീ നിന്റെ കുടുംബത്തിനൊരു മാന്യതയായിരിക്കുക. നീ നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായിരിക്കുക. നീ നിന്റെ മാതാപിതാക്കൾക്കൊരു പ്രശംസയായിരിക്കുക. നീ നിന്റെ സഹോദരങ്ങൾക്കൊരു മാനപാത്രമായിരിക്കുക. നീ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, എൻ്റെ ദൈവമേ, ഞാൻ ജനിച്ചില്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ഇത്രയും കരയേണ്ടി വരത്തില്ലായിരുന്നല്ലോ, ഞാനങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ഒരു ദിവസം കരഞ്ഞു തീർന്നേനെയല്ലോ. ജീവിതത്തിൽ പലപ്പോഴും നീ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകലൊരു കാര്യം ഞാൻ നിന്നോട് പറയാം, ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ അപ്പനും അമ്മയും നിന്നെ ചൊല്ലി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ നിന്നെ ചൊല്ലി ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ നിന്നെ ചൊല്ലി തല താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ട് ആ കുടുംബത്തിൽ എന്തോ ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന്. നീ ആ കുടുംബത്തിൻ്റെ ഒരു മഹത്വമായി മാറും. നീ ആ കുടുംബത്തിൻ്റെ ഒരനുഗ്രഹമായി മാറും.